എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? ഓപ്ഷൻ എ അരി, ഓപ്ഷൻ ബി മരച്ചീനി, ഓപ്ഷൻ സി ഗോതമ്പ്, ഓപ്ഷൻ ഡി കരിമ്പ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അരിയുടെ ഗവേഷണമാണ് നടത്തുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ കൈറോ, ഓപ്ഷൻ ബി ദുബായ്, ഓപ്ഷൻ സി ബാക്കു, ഓപ്ഷൻ ഡി ദാവോസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബാക്കു ആണ്. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി ബാക്കുവിൽ വെച്ചാണ് നടന്നത്. അടുത്ത ചോദ്യം, മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ പ്രോട്ടീൻ സിന്തസിസ്, ഓപ്ഷൻ ബി സെൽ സിഗ്നലിംഗ്, ഓപ്ഷൻ സി ലിപ്പിഡ് മെറ്റബോളിസം, ഓപ്ഷൻ ഡി പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. ആൻസർ ഓപ്ഷൻ ഡി പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. അടുത്ത ചോദ്യം, വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. ഓപ്ഷൻ എ ബെറിബെറി, ഓപ്ഷൻ ബി വെർണിക്കെ കോഴ്സാക്കോഫ് സിൻഡ്രം, ഓപ്ഷൻ സി പെരിഫറൽ ന്യൂറോപ്പതി, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിൽ പെടുന്നു? ഓപ്ഷൻ എ ഡെൽറ്റ റെട്രോ വൈറസ്, ഓപ്ഷൻ ബി ലെൻഡി വൈറസ്, ഓപ്ഷൻ സി ആൽഫ റെട്രോ വൈറസ്, ഓപ്ഷൻ ഡി ബീറ്റ റെട്രോ വൈറസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലെൻഡി വൈറസ്. അപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത് ഒരു ലെൻഡി വൈറസ് ജനസിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി DOPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ഓപ്ഷൻ എ ആശ്വാസ്, ഓപ്ഷൻ ബി ശ്വാസ്, ഓപ്ഷൻ സി ശ്രുതി തരംഗം, ഓപ്ഷൻ ഡി ആരോഗ്യ കിരണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ശ്വാസ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? ഓപ്ഷൻ എ അൾഷിമേഴ്സ് രോഗം, ഓപ്ഷൻ ബി പാർക്കിൻസൺസ് രോഗം, ഓപ്ഷൻ സി ഹണ്ടിങ്സൺ രോഗം, ഓപ്ഷൻ ഡി അഡിസൺസ് രോഗം. ഇതിലല്ലാത്തത് ഓപ്ഷൻ ഡി അഡിസൺസ് രോഗമാണ്. ബാക്കിയെല്ലാം തന്നെ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലാറ്റിസ് അല്ലെങ്കിൽ PAM എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ നെയ്ഗ്ലേറിയ ഫൗളേരി, ഓപ്ഷൻ ബി അക്കാന്തമീബ പോളിഹാഗ, ഓപ്ഷൻ സി എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ഓപ്ഷൻ ഡി ബാലമൂത്തിയ മാൻഡ്രില്ലറിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നെയ്ഗ്ലേറിയ ഫൗളേരി. അടുത്ത ചോദ്യം, 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഏതാണ്? ഓപ്ഷൻ എ എല്ലാവർക്കും ആരോഗ്യം, ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, ഓപ്ഷൻ സി നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം, ഓപ്ഷൻ ഡി സാർവത്രിക ആരോഗ്യത്തിനായുള്ള ആഗോള പ്രവർത്തനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്ത ചോദ്യം, ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.